ചരിത്രത്തിന്റെ താളുകളിൽ ക്രൂരതയുടെ പര്യായമായി രേഖപ്പെടുത്തിയ ഒരു പേരുണ്ട്, അഡോൾഫ് ഹിറ്റ്ലർ. ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയുടെ ആൾരൂപം. എന്നാൽ കാലം മാറുമ്പോൾ ലോകം അതേ ക്രൂരതയുടെ ചരിത്രത്തെ മറ്റൊരാളിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നമ്മുടെ കാലത്ത് ഹിറ്റ്ലർ എന്ന് വിളിച്ചുകൊണ്ട് തുർക്കി നടത്തിയ കടുത്ത പരാമർശങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിക്കുന്നത്. ഇത് കേവലം ഒരു വാഗ്വാദം മാത്രമല്ല, മറിച്ച് മധ്യപൂർവേഷ്യയിലെ മാറുന്ന ശക്തി സമവാക്യങ്ങളുടെയും കത്തുന്ന യുദ്ധ സാഹചര്യങ്ങളുടെയും നേർചിത്രമാണ്. ഗാസയിലെ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നതും മാനുഷിക പ്രതിസന്ധി രൂക്ഷമാകുന്നതും ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി അധികാരം നിലനിർത്താൻ നടത്തുന്ന യുദ്ധമാണ് ഇതെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം തുറന്നടിക്കുന്നുണ്ട്. ഈ നയതന്ത്ര യുദ്ധങ്ങൾക്കിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗപ്രവേശനം ചെയ്യുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇറാന് സൈനിക സഹായം നൽകുന്നതിനെതിരെ ചൈനയ്ക്ക് കനത്ത മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് ചൈന പിന്തുണ നൽകുന്നുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ചൈന ശ്രമിക്കുന്നു എന്നതാണ് അമേരിക്കയെ ചെടുപ്പിച്ചിരിക്കുന്നത്. ഇറാനുമായുള്ള എണ്ണ വ്യാപാരം ചൈന അവസാനിപ്പിക്കണമെന്നും പകരം വെനസ്വലയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാക്കാമെന്നുമുള്ള വാഗ്ദാനവും ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ കടുത്ത നിലപാടുകൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ഇറാനും ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതീവ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പുതിയ യുദ്ധഭീതി ഉയർന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കത്തെ മരണച്ചുഴി എന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു ചെറിയ പ്രകോപനവും ശത്രുക്കളെ ഈ കടലിടുക്കിലെ മരണച്ചുഴിയിൽ അകപ്പെടുത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്നും രാജ്യത്തിന്റെ സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ് എന്നും ഇറാൻ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ അത്രയും പറഞ്ഞത്. ഇതിനിടെ കടലിടുക്കിൽ മൈനുകൾ നീക്കം ചെയ്യാനായി 2 യുദ്ധക്കപ്പലുകൾ അമേരിക്ക വിന്യസിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ അതിർത്തിക്കടുത്ത് നടക്കുന്ന ഇത്തരം സൈനിക നീക്കങ്ങൾ ശത്രുക്കൾക്ക് ഒരു കെണിയായി മാറുമെന്നും ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ നിലപാട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിരയായ ഹോർമൂസ് കടലിടുക്കിലെ തർക്കം ആഗോള വിപണിയെയും നയതന്ത്ര മേഖലയെയും ഒരുപോലെ മുനമ്പിൽ നിർത്തുകയാണ്. ഒരു വശത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴും മറുവശത്ത് യുദ്ധക്കപ്പലുകൾ അണിനിരക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിൽ ഒരു ധാരണയുണ്ടാകുന്നത് ഇസ്രായേൽ ഇഷ്ടപ്പെടുന്നില്ല എന്നതും ഈ വിഷയത്തിലെ മറ്റൊരു നിർണായക വശമാണ്. ഇസ്രായേലിന്റെ സുരക്ഷാ മുൻഗണനകൾ ട്രംപിന്റെ നീക്കങ്ങളുമായി പലപ്പോഴും ഏറ്റുമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്കും ഇറാനും മേൽ സമ്മർദ്ദവും ചെലുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ പിന്തുണ ഉറപ്പാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത് നയതന്ത്രവും യുദ്ധവും ഒരേ സമയം അരങ്ങേറുന്ന ഒരു ഇരട്ട പോരാട്ടമാണ്. ഹോർമൂസ് കടലിടുക്കിലും മരണച്ചുഴിയും ചൈനയ്ക്ക് മേലുള്ള സാമ്പത്തിക ഭീഷണിയും നെതന്യാഹുവിനെതിരായ അന്താരാഷ്ട്ര നിയമ നീക്കങ്ങളും എല്ലാം ചേർന്ന് ലോകത്തെ ഒരു വൻ യുദ്ധത്തിന്റെ വക്കില് എത്തിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ആഴ്ചകൾ ഈ മേഖലയുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ഭാവി നിർണയിക്കുന്നവയായിരിക്കും. പശ്ചിമേഷ്യയിലെ ഈ അധികാരക്കളിയിൽ ആര് വിജയിക്കുമെന്നും ആര് പിന്മാറുമെന്നുമൊക്കെ ഇനിയും കാത്തിരുന്ന് കാണേണ്ടതാണ്.